തുടങ്ങുന്നത് പോലെ എളുപ്പമല്ല അത് നിർത്തലാക്കാൻ. തുടങ്ങുന്നത് പോലെ എളുപ്പമല്ല അത് നിർത്തലാക്കാൻ. അനുഭവിച്ചല്ലോ. മഞ്ഞ കല്യാണം തുടങ്ങി, പച്ച കല്യാണം തുടങ്ങി, മൈലാഞ്ചി കല്യാണം തുടങ്ങി. അവസാനിച്ചോ? ഗാനമേള ട്രൂപ്പുകൾ, കരിമരുന്ന് പ്രയോഗങ്ങൾ, ഒട്ടകപ്പുറത്തെഴുന്നള്ളിക്കലുകൾ, ആനപ്പുറത്തെഴുന്നള്ളിക്കലുകൾ. ഇതിനേക്കാളേറെ ബ്രൈറ്റ് ബീകൾ. വിവാഹത്തിന്റെ ക്ഷണക്കത്തിന് പകരം സേവ് ദി ഡേറ്റ് എന്ന് പറഞ്ഞ് ആണും പെണ്ണും വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ ചെയ്യേണ്ടത് പരസ്യമായ ബീച്ചുകളിൽ ചെയ്ത് ചെറിയ വീഡിയോകൾ ഇറക്കി കുടുംബത്തിൽ പ്രചരിപ്പിക്കുന്നവർ. അവസാനിച്ചോ? വിവാഹത്തിന്റെ തൊട്ടു മുൻപ് കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് പർദ്ദയിട്ട മഫ്തയിട്ട ഉമ്മമാരും തലേക്കെട്ടുകാരനായ കാരണവന്മാരും കൂടെ 50,000-ന്റെയും 1,00,000-ന്റെയും ഗോപുരമുട്ടായികൾ ക്രെയിനിൽ പോലും ഇറക്കിക്കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ഉമ്മത്തെത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട്, തുടങ്ങുന്നത് പോലെ നിർത്തലാക്കാൻ പറ്റില്ല. ബർത്ത്ഡേ ആഘോഷം വന്നു, ഉമ്മമാര് വാശി പിടിച്ചു, വാപ്പമാര് വാശി പിടിച്ചു. മുട്ടായിയല്ലേ, മക്കൾക്കല്ലേ, എന്താപ്പം ബർത്ത്ഡേക്ക്? അതൊക്കെ ഇസ്ലാമിനോട് ചേർത്ത് പറയേണ്ടതുണ്ടോ? അതൊക്കെ ഒരു സന്തോഷല്ലേ? അന്ന് മുജാഹിദ് പ്രസ്ഥാനം ഓർമ്മപ്പെടുത്തി, വേണ്ട, അത് നിർത്തലാക്കാൻ പറ്റാതെ വരും. അതില്ലെങ്കിൽ മക്കൾ ബേജാറാവും, കൊടുക്കാത്തവര് സങ്കടപ്പെടും. പെട്ടല്ലോ. 6 ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു 8 പേരോടൊപ്പം. എന്തേ കാരണം? ബർത്ത്ഡേ ആഘോഷിക്കാൻ 6 കൊല്ലം ആഘോഷിച്ച ഉമ്മാനോട് 10ാം ക്ലാസ്സുകാരൻ വിളിച്ചു പറഞ്ഞു, ഉമ്മ, ഇക്കൊല്ലം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കും, വാപ്പാനോട് 10,000 അറസ്റ്റ് തരാൻ പറ. 10,000 വാങ്ങി മകന് കൊടുത്തു. നട്ടപ്പാതിര നേരത്ത് നാവിനടിയിലെ സ്റ്റെഫുമായി കോഴിക്കോട് ബീച്ചിന്റെ സൈഡിൽ നിന്ന് 8ഓളം ചെറുപ്പക്കാരെ പിടിച്ചപ്പോ ഉമ്മാക്ക് പറയാനുള്ളത്, ഓം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതായിരുന്നു. എന്നായിരുന്നെങ്കിൽ മുട്ടായില്ലെങ്കിൽ മദ്രസയിൽ പോകൂല, അല്ലെങ്കിൽ ആഘോഷമില്ലെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് കേക്ക് മുറിക്കണം, എനിക്ക് മെഴുകുതിരി കത്തിക്കണം, എനിക്ക് ആ കേക്ക് മുഖത്ത് വാരി പറ്റിക്കണം എന്ന് മക്കൾ വാശി പിടിച്ചു. ഇന്നതിന്റെ പേരിലാ പലരും ഇത്തരത്തിലുള്ള ധൂർത്തൻ പ്രവണതകളിലേക്ക് പോകുന്നതെങ്കിൽ തുടങ്ങുന്ന മാതിരി എളുപ്പമല്ല ഉമ്മത്തെ പലതും നിർത്തലാക്കാൻ. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയുന്നത്. അല്ലാണ്ട് ആൾക്കാർ ഇത് ആഘോഷിക്കുന്നതിലുള്ള കുശുമ്പോണ്ടൊന്നല്ല. അപ്പൊ അങ്ങനെയാ പറയാ, ഓളെ മക്കൾക്ക് ആഘോഷിക്കാൻ പറ്റാത്തോണ്ടാ ഓലും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതെന്ന്. അല്ല, നാളെ അതില്ലാത്തതിന്റെ പേരിൽ സ്വന്തം